ഇന്ന് നമ്മൾ നോക്കുന്നത് JK ടയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടയർ കമ്പനിയുടെ സ്റ്റോക്കാണ്. അതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, അതിൻ്റെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു സ്റ്റോക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ടെക്നിക്കൽ കാര്യങ്ങളും കുറച്ച് ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം 600 രൂപയിൽ കഴിഞ്ഞ വർഷം ഈ വർഷം ഫെബ്രുവരി 26-ന് ഏകദേശം 600 കിടന്ന സ്റ്റോക്ക് കുറച്ച് താഴേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കുറച്ച് നാളായിട്ട് ഈ ഒരു റേഞ്ച് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 419 അല്ലെങ്കിൽ 420 എന്ന് പറഞ്ഞ റേഞ്ചിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുന്നു. തിരിച്ച് നേരെ ഈ ഒരു റേഞ്ച് വരും 361 വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് കുറച്ച് കയറി പോകുന്നുണ്ട്. ഈ രണ്ട് റേഞ്ചിൽ നിന്നിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് ട്രേഡ് വർക്ക് ആയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. സോ അപ്പോൾ ഈ ഒരു റേഞ്ച്, അതായത് ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നേരെ ഈ ഒരു ലൈനിൽ വന്ന് ബോട്ടം ടെസ്റ്റ് ചെയ്തു. ഓക്കെ, അത് ട്രൈ ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ നോക്കി, നടന്നില്ല. തിരികെ താഴേക്ക് വന്നു, ഡബിൾ ബോട്ടം ടെസ്റ്റ് ചെയ്തു. ഇതിനവിടെ നല്ലൊരു ബൈയിങ് പവറുമായിട്ട് നേരെ ഈ ഒരു ലൈനിൽ വന്നു. ഈ ഒരു ലൈനിൽ വന്നതിന് ശേഷം തിരികെ അവിടെ നിന്ന് വന്നിരിക്കുന്ന സെല്ലേഴ്സ് ഇതിനെ തിരികെ ഈ ഒരു ലൈനിൽ കൊണ്ടുപോയിട്ടില്ല. ദാറ്റ് മീൻസ് ഇവിടെ നല്ലൊരു ബൈയിങ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ഈ ഒരു ബൈയിങ് പൊട്ടൻഷ്യൽ ഈ ഒരു റിപ്പീറ്റ് ലൈനും അവിടുന്ന് റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവാണ് ചെയ്തത്. അതായത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈൻ ആണെങ്കിലും ഈ ഒരു പോയിന്റ് ആണെങ്കിലും ഹയർ ഹൈ ആണ്. ഇതിൽ നിന്നും മുകളിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പോയിന്റ് സ്ട്രക്ചർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ബയേഴ്സിന്റെ സ്ട്രെങ്ത് ആണ്. ഈ ബയേഴ്സ് സ്ട്രെങ്ത് കാരണം ഈ ലൈനിലെ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് നോക്കുക. ഇവിടുന്ന് ബൈ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഇവിടുന്ന് വെളിയിൽ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കിട്ടി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഗ്രാജുവലി ഇത് നല്ല രീതിയിൽ മുകളിലേക്ക് പോകും. സോ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇവിടുന്ന് എപ്പോഴൊക്കെ നല്ല ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ അത്യാവശ്യം ഒരു 70 റുപ്പീസിൻ്റെയൊക്കെ ഒരു 550 60 റുപ്പീസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ലെവലിൽ തന്നെ. പിന്നെ അവിടെ നിന്നാണ് നല്ല വലിയ മൂവ്മെൻറ്റിലേക്ക് പോയിരിക്കുന്നത്. സോ ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുമെന്നല്ല പറയുന്നത്. ഈ ലെവലിൽ ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ, സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കൺസോൾട്ടേഷന് ശേഷം അത് പ്രൈസ് ആക്ഷൻ നോക്കുക മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ബിക്കോസ് ഇത്രയും കൺസോൾട്ടേഷൻ, ഇത്രയും എഫക്റ്റീവ് ബയേഴ്സ് ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ഈവൻ അത് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുക്കും. ഈ ലൈനിന് മുകളിൽ, ഈ ലൈനിൽ വരുമൊന്നുമില്ല, ഈ ലൈനിന് മുകളിലേക്ക് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളൂ. സോ ഇതിപ്പോൾ നിൽക്കുന്ന ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതായത് ട്രെൻഡ് റിവേഴ്സൽ ഓൾറെഡി ആയിട്ടുണ്ട്. ദെൻ അഗെയിൻ ആ ഒരു ലൈനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ ആ സെക്ടർ ഡൗൺ ആവണം. സെക്ടർ ഡൗൺ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴേക്ക് വരും. ഇവിടെ ഡിഫോൾട്ടായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ഉള്ള ലൈനാണ് 420 എന്ന് പറഞ്ഞ ഒരു നല്ല റെസിസ്റ്റൻസ് ലൈനാണ്. ഇവിടുന്ന് ഒരു സെല്ലേഴ്സിന്റെ പ്രസൻസ് ഇവിടെ നല്ലോണം ഉണ്ട്. സെല്ലിങ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കൺസോൾട്ടേഷൻ ശേഷം മുകളിലോട്ട് കയറും. ഈ ലൈനിന് മുകളിൽ ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ റീടെസ്റ്റിങ് പ്ലസ് ഇവിടുത്തെ ഹയർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം വന്നിരിക്കുന്നത് ഹയർ ഹൈ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാൻഡലിനെ കവർ ചെയ്തുകൊണ്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ബോഡി കവർ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ബയേഴ്സിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ ലൈനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. ഈ ലൈനിനകത്തുള്ള ആക്ഷൻ നോക്കിയതിന് ശേഷം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല, ഇവിടെ താഴേക്കാണെങ്കിൽ താഴോട്ട് ട്രേഡ് എടുക്കുന്നവർക്ക് താഴോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അത് ഈ ഒരു ലൈൻ വരെ, അപ്രോക്സിമേറ്റ് ഈ ഒരു ലൈൻ വരെ പോകും. പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കിയിട്ട് എടുക്കുക. അതായത് ഈ രണ്ട് ലൈനിടയ്ക്കാണ് നമ്മുടെ കൺസോൾട്ടേഷൻ സാധാരണ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനും സാധ്യതയുണ്ട്, ഇവിടേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പം നമുക്കൊരു പ്രോബിലിറ്റി കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ പോലും ഈ ഒരു ലൈനിൽ നിന്ന് നമുക്ക് റിജക്റ്റ് ചെയ്ത് തിരിച്ച് കയറിപ്പോരും. അങ്ങനെയാണ് ഈ ഒരു ലൈൻ വരെ വന്നിട്ട് തിരിച്ച് കയറിപ്പോരും. പ്രൈസ് ആക്ഷൻ അഥവാ ഇതിന് മുകളിലാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സസ്റ്റെയിൻ ചെയ്യുന്ന ക്യാൻഡിൽ
പിന്നീട് അത് മുകളിലേക്ക് തീർച്ചയായിട്ടും ഗ്രാജുവലി നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് കയറി പോകും. അതുവരെ അല്ലാതെ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും. ചെറിയൊരു കൺസോൾട്ടേഷൻ മോഡിൽ നിന്നതിന് ശേഷം മുകളിലേക്ക് പോകത്തുള്ളൂ. ബിക്കോസ് ഇവിടെ ഒരു സെല്ലേഴ്സിൻ്റെ പ്രഷർ ഉള്ളതുകൊണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ പറഞ്ഞ ഫണ്ടമെന്റലി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്. മൂവ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്ക് തന്നെയാണത്. ഈ ഒരു റേഞ്ചിൽ ഗ്രാജുവലി വാങ്ങി തുടങ്ങാവുന്നതാണ്. ഒരു സ്റ്റഡി ചെയ്തതിന് ശേഷം വാങ്ങി തുടങ്ങാവുന്നതാണ്. ഒരു ബൾക്ക് ബൈങ് അല്ല, ഈ ഒരു റേഞ്ചിൽ നമുക്ക് വാങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മുകളിലേക്ക് നോക്കുന്നവർക്ക് ഈ ഒരു റേഞ്ച് കഴിഞ്ഞതിന് ശേഷം നോക്കുക. ഈ ഒരു 421 എന്നുള്ള റേഞ്ചിന് ശേഷം എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് മുകളിലേക്കുള്ള പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് അത് നോക്കിയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ.